ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 49ാമത്തെ ക്ലാസ്സിലേക്കാണ് ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 48 ക്ലാസ്സുകളിലായി നാം ചിന്തിച്ചത് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് പ്രമാണമായി നാം ചിന്തിക്കുന്ന 37 മുതലുള്ള വാക്യങ്ങളെ കുറിച്ചാണ് നാം ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഈ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെയായിരുന്നു. അത് ചെയ്യുമ്പോൾ ആ സമയത്ത് അവർ വിശ്വസിക്കും, കണ്ടുകൊണ്ട് വിശ്വസിക്കും. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം മറന്നുകളെ. അപ്പോൾ യേശു ചെയ്ത വലിയ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് ഹോശന്ന പാടി, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെ പാടി വന്ന ജനം യേശു അവരുടെ മധ്യത്തിൽ ആരാകുന്നു എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തി താൻ ഉയർത്തപ്പെടണം, മരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തിയപ്പോൾ അവരിൽ ഉയർന്ന ചോദ്യങ്ങളും അവരെല്ലാം മറക്കുന്നവരായി തീരുവാൻ ഇടയായി തീർന്നു എന്നാണ് നാം ഈ ഭാഗം വായിച്ചു മനസ്സിലായത്. യവനായ ആൾക്കാർ വന്ന് യേശുവിനെ കാണാനുള്ള ആഗ്രഹം ചോദിച്ചപ്പോൾ യേശു അവരോട് പരസ്യമായി പ്രസ്താവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് സവിസ്തരമായി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. അപ്പോൾ അങ്ങനെ ദൈവ അത്ഭുതങ്ങൾ വലിയ അടയാളങ്ങളൊക്കെ ചെയ്തിട്ടും അത് വിശ്വസിക്കാത്തവരായി തീർന്നു. യവനന്മാർ കണ്ടിട്ടില്ല, യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നാൽ യൂദന്മാർ യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടതാണ്. അവര് കർത്താവിൻ്റെ അടയാളങ്ങൾക്ക് അല്ലെങ്കിൽ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം എഴുതിയാൽ അത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെങ്ങും ഒതുങ്ങത്തില്ല എന്നാണ് ഇതെന്ത് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കും. അത്രമാത്രം പ്രവൃത്തികൾ യേശുവോട് ചെയ്തു. എന്നാൽ അവർക്ക് ആ സമയത്ത് മാത്രമുള്ള താൽക്കാലികമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ ഒരു സ്നേഹം മാത്രമേ ദൈവത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും അവരുടെ സ്വയത്തിന് വേണ്ടി, സാധ്യതയ്ക്ക് വേണ്ടി, സ്വാർത്ഥചിന്താഗതികളിൽപ്പെട്ടവരായി ദൈവം ചെയ്ത കാര്യങ്ങളെ മറന്നു കളയുന്നവരായിരുന്നു എന്നുള്ളത് ആണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ട് മറഞ്ഞു. കർത്താവ് അവരിൽ നിന്ന് മാറിപ്പോയി, അവർ കാണാതെ വണ്ണം അവിടെ നിന്ന് അകന്നുപോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു എവിടെയാണ് പോയെന്നുള്ളതിൻ്റെ മർക്കോസിൽ 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്ന സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ട് പോകുമായിരുന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യയാകുമ്പോൾ യേശു നഗരം വിട്ടുവിടുന്ന് മാറിപ്പോകുമായിരുന്നു. അവൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ എല്ലാ ദിവസവും കർത്താവ് ദൈവത്തിൻ്റെ ആലയത്തിൽ വരും. സന്ധ്യയാകുമ്പോൾ അവൻ നഗരത്തിൽ നിന്ന് വിട്ട് മറിഞ്ഞു പോകുമായിരുന്നു. ഇങ്ങനെ കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവർ കാണുക അവൻ ഇത്ര വളരെ നല്ല ഇത്ര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് സൂപ്പർലേറ്റീവിലാണ് പറയുന്നത്. വളരെ അടയാളങ്ങൾ എന്നല്ല, ഇത്ര എന്ന് പറഞ്ഞാൽ അത്രമാത്രം എണ്ണിക്കൂടാത്ത നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല എന്നാണ്. ഇത് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക, ഇതൊരു മനുഷ്യരായിരുന്നവര്. നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ, ഒന്നും കണ്ടിട്ടില്ല, എന്നാൽ നമുക്കത് യേശു എന്ന് പറയുമ്പോൾ തന്നെ എത്ര സ്നേഹമാണ്. യേശുവിനെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവൃത്തി പോലും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ യേശുവിനെ ശരിയായിട്ട് രീതിയിൽ മനസ്സിലാകാത്ത എത്രയോ പേര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടാറുണ്ട്. ഇസ്രായേലിൽ ഇങ്ങനെയുള്ള നിരവധി അത്ഭുത അടയാളങ്ങൾ ചെയ്തിട്ടും പലരും അവനിൽ വിശ്വസിക്കാതെ മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിശയം തോന്നും. അതിൻ്റെ കാരണം എന്താണെന്ന് യെശയ്യാവിന്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവൻ
അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് അവർക്കത് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയാതെ പോയത് എന്നാണ് പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ഇവിടെ ഗ്രന്ഥകർത്താവായിരിക്കുന്ന യോഹന്നാൻ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിക്കാതെ പോയതിൻ്റെ കാരണം ഇത് ദൈവത്താൽ സംഭവിച്ചതാകുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്താൽ ആകുമ്പോൾ പോലും ഹൃദയകഠിനമുള്ളവർക്ക് മാത്രമേ, അത്രമാത്രം ഹൃദയകഠിനമുള്ളവർക്ക് മാത്രമേ അതിൽ പെട്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടും. നമുക്കറിയാം, ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കി, നാശത്തിന് വേണ്ടി അവന്റെ ഹൃദയം കഠിനമാക്കുവാടെ തോന്നുന്നു. അവനതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇവിടെയും ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം ദൈവം തടിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് കേട്ടിട്ടും അത് കേൾക്കാതെയും വിശ്വസിക്കാതെയും കണ്ടിട്ടും കാണാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നത്. യേശുവിനെ അവർ അന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ക്രിസ്തു വന്ന മാനവരക്ഷ എന്നുള്ളത് നിവൃത്തീകരിക്കപ്പെടുകയില്ലായിരുന്നു. അവർ അവനെ അംഗീകരിച്ചിരുന്നെങ്കിൽ യേശു വന്നതുപോലെ അവൻ തിരികെ പോകേണ്ടി വരുമായിരുന്നു. അതിനർത്ഥം അവൻ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യപാപ പരിഹാരത്തിനുള്ള അത് നടക്കത്തില്ലായിരുന്നു. നമുക്കറിയാം, ആദവും ഹവ്വയും പാപം ചെയ്യാതെ അതേ അവസ്ഥയിൽ അവര് ഏതെല്ലായിരുന്നെങ്കിൽ പിന്നെ അതേക്കുറിച്ച് മറ്റൊരു കാര്യം എഴുതാനില്ല, മറ്റൊന്നും സംഭവിക്കാനില്ല. എന്നാൽ അവർ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളത് ദൈവത്തെ അറിയാമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ദൈവം കരുതിയിരുന്നത് തിന്മയല്ല, നന്മയാണ് ദൈവം കണ്ടിരുന്നത്. ആദവും ഹവ്വയും മാത്രം ഏതെങ്കിലും ഇരിപ്പാൻ വേണ്ടി അല്ല ദൈവം ആദത്തെ സൃഷ്ടിച്ചത്. പാപം ചെയ്യുമെന്ന് പാപത്തിൽ നിന്ന് ആ മനവംശത്തെ രക്ഷിച്ച് ദൈവത്തിലൂടെ എന്നേക്കും ഇരിക്കുന്ന ഒരു സന്തതിയെ ജനിപ്പിച്ചെടുക്കണമെന്നുള്ള ദൈവ പദ്ധതിയായിരുന്നു. അപ്പോൾ യേശു വന്നപ്പോൾ ഇസ്രായേൽ രണ്ട് കൈ നീട്ടി അവനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന അതുപോലെ യേശുവിനെലൂടെയുള്ള മാനവരക്ഷ അതിന്റെ പൂർത്തീകരണം നടത്തുകയോ അതുപോലെ നമുക്കൊന്നും രക്ഷ പ്രാപിപ്പാനോ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും, അല്ലെങ്കിൽ മധ്യാകാശ വരവെങ്കിലുള്ള സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്ന പ്രവൃത്തികളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് അത് കർത്താവ് ചെയ്തിരുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമാണ് അതെല്ലാം നടക്കുന്നത്. അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ പഴയ നിയമ പ്രവചനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി അപ്പോസ്തലൻ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവചന ഭാഗം എടുത്തിരിച്ച യെശയ്യായുടെ പ്രവചനം അതിന്റെ 53-ാം അധ്യായം 1-ാം വാക്യമാണ്. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്ന കർത്താവിന്റെ വചനം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത്. ഇതിനെ രണ്ടായിട്ട് ആ പ്രവചനത്തെ എടുത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ അത് പറയുമ്പോൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ വചനം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവചനത്തെ രണ്ടായിട്ട് ചിന്തിക്കണം. ഒന്നാമത്തെ വചനം, അതായത് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത്, അത് സുവിശേഷ സംബന്ധമായ കാര്യം, കർത്താവിന്റെ ഒന്നാമത്തെ വരവുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. എന്നാൽ യഹോവയുടെ ഭുജം, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നടക്കേണ്ട സംഭവമാണ്. അപ്പൊ അത് ഞാനൊന്ന് തെളിയിച്ചിട്ട് ഞാൻ അതിലേക്ക് ഭാഗത്തേക്ക് ചിന്തയെ ശ്രദ്ധിപ്പാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചോദിക്കുകയാണ്. നമ്മൾ പ്രവചനം വായിക്കുമ്പോൾ പ്രവചനം എല്ലാം വായിച്ച് അതിൻ്റെ അകത്തുനിന്ന് അത് അപ്പോൾ തന്നെ നിറവേറി എന്നുള്ള ചിന്തയിലാകരുത്. ഇപ്പൊ യെശയ്യായുടെ 53-ാം അധ്യായം 1-ാം വാക്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവർത്തനം, അതിന്റെ വ്യാഖ്യാനം റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ സവിസ്തരം പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ക്രിസ്തു മുഖാന്തരം സംസാരിച്ച വചനം, എന്താണ് സുവിശേഷം എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നുള്ളതിന്റെ ഒന്ന് ഭാഗം അത് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവും അത് മുഖാന്തരമായ മാനവരക്ഷയും
സുവിശേഷത്തെക്കുറിച്ചുമാണ് ആ ഭാഗം പറഞ്ഞിരിക്കുന്നതെങ്കിൽ, രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അത് കഥാൻ രണ്ടാമത്തെ വരവെങ്കിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാക്കിയിരിക്കുന്ന ഭാഗം ഉത്തരം യശയാന്റെ പ്രവചനം 66 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ യശയാന്റെ പ്രവചനം 66 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ഭുജം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ വിളമ്പൊല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസന അഗ്നിയാലയോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷനാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഗതന്മാർ വളരെയായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പ്രവചനം അത് സുവിശേഷമാകുന്നുവെങ്കിൽ, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്, പരസ്യമായി വെളിപ്പെടാൻ പോകുന്നത് കഥാ രണ്ടാമത്തെ വരവിൽ അത് തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുമെന്നാണ് പറയുന്നത്. യശയാന്റെ 30 അധ്യായം 30 വാക്യങ്ങളിലും യഹോവയുടെ ഭുജത്തിന്റെ അവതരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കർത്താവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ അത് അങ്ങനെ ദൈവത്തിന്റെ കരം പരസ്യമായി വെളിപ്പെട്ടില്ല. എന്നാൽ ഈ യശയാന്റെ 30 അധ്യായം 30 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വെളിപ്പെടും. 30 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ തന്റെ മഹത്വമുള്ള മേഘനാഥം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിയാലയോടും കൊടുങ്കാറ്റ്, മഴക്കോൾ, കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും. അപ്പോൾ ആ വെളിപ്പെടുന്ന സമയത്ത് യഹോവയുടെ മേഘനാഥത്താൽ അശ്വർ തകർന്നു പോകും, തന്റെ വടി കൊണ്ട് അവനെ അടിക്കും, യഹോവ അവനെ വിധിയുണ്ട്. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ന്യായവിധിയെക്കുറിച്ച് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ തകർക്കപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്റെ ദാസന്മാർക്ക് കാണും, അഥവാ ഇസ്രായേലാകുന്ന ദാസന്മാർക്ക് വെളിപ്പെടാനുള്ളതാണ് ദൈവത്തിന്റെ ഭുജം. എന്നാൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് വെളിപ്പെട്ടത്. അപ്പോൾ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടപ്പോൾ അവർക്കത് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി, അവിടെ കർത്താവ് പ്രവർത്തിച്ചത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, യശയാജനത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിന്റെ വാക്കുകളെ കേട്ടു, അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ടിട്ടൊന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയില്ല. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് യേശു സംസാരിച്ചത് എല്ലാവരും നിരാകരിച്ച് കളയത്തില്ല, തള്ളിപ്പെട്ടു പോകത്തില്ല. കർത്താവ് സംസാരിച്ച ഒരു വചനം പോലും അത് പ്രയോജനമില്ലാതായി തീരത്തില്ല. അവന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടും, യശയാജനത്തിന് വെളിപ്പെടുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഈ വചനം എടുത്ത് രേഖപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ഭുജത്തിന്റെ അവതരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. അത് ഇസ്രായേൽ ജനമാകുന്നതിന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താനുള്ളതാണ്. എന്നാൽ ദൈവം കേൾപ്പിച്ചത് വിശ്വസിപ്പാനുള്ള ഭാഗ്യമാണ്. നമ്മൾ കണ്ടിട്ടല്ല വിശ്വസിച്ചത്. നമുക്കൊന്നും പ്രത്യക്ഷമാണ്. നമ്മളാരും പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിതൂണോ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നാം ഒന്നും കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, കാണാതെ വിശ്വസിക്കുകയാണ്. നാം കേൾവിയിലാണ് നീതിയിരിക്കപ്പെടുന്നത്. അതേക്കുറിച്ച് 10 അധ്യായം വ്യത്യാസം മനസ്സിലാകണം. അപ്പോൾ ഈ പ്രവചനം രണ്ടായിട്ട് നാം തരംതിരിച്ച് ചിന്തിച്ചു. ഒന്ന്, യഹോവ അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്തത് അത് ആർ കേട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കും, അതെ, അന്ന് അവർ കേട്ടില്ലെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതെ, അനേകർക്ക് ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്നവർക്ക് പറയും, അതേ കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ വചനത്തോട് സംസാരിച്ചത് ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങൾ വിശ്വസിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ അവർ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ പോയി. അനേകർക്ക് വിശ്വസിക്കാതെ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നല്ല ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നത്, അത് അതിന്റെ ക്രിയ ചെയ്യുന്നുണ്ട്. ദൈവം തന്റെ വചനം അയച്ച്, തന്റെ പുത്രനെ അയച്ച് തന്റെ ക്രിയ ചെയ്യാൻ വേണ്ടിയാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവന്റെ യാഗമുഖാന്തരമായി സുവിശേഷം സ്ഥാപിതമാക്കപ്പെട്ടു. മാനവരക്ഷ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ആ ഒരു ഭാഗമാണ് ദൈവസഭയുടെ ബന്ധത്തിൽ പറയുന്നിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഭുജം വെളിപ്പെടുന്നതിനെ കുറിച്ച്
രണ്ടാമത്തെ ഭാഗം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് ഞാനിവിടെ നമ്മളിവിടെ എടുക്കുന്നില്ല. എന്നാൽ അതിൻ്റെ സന്ദർഭം എപ്പോഴാണെന്നുള്ളത് വെളിപ്പെടുത്തി തുടർന്നുള്ള പഠനം നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ ആ പ്രവചനത്തെ രണ്ടായി വിഭജിച്ച് നാം ചിന്തിക്കുന്നതിൽ നിന്ന് റോമക്കത്തിലെ 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാ പറയുന്നുവല്ലോ. അപ്പോൾ യെശയ്യായുടെ ആ പ്രവചിച്ച പ്രവചനത്തിന്റെ 2 വശങ്ങളെ പ്രവചിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പോസ്തലൻ പൗലോസ് സഭയ്ക്ക് വേണ്ടി എടുത്തത്. എന്നാൽ ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ രണ്ടും എടുക്കും. എന്നാൽ ദൈവസഭയാകുന്ന നമ്മോട് സംസാരിക്കുന്നുണ്ട്, ജാതികളായിരിക്കും നമ്മോട് സംസാരിക്കുമ്പോൾ അത് ആ പ്രവചനത്തെ രണ്ടായി വിഭജിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. പ്രവചനം 53-ാം യെശയ്യാവിന്റെ 53-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യത്തെ പ്രവചനത്തെ രണ്ടായി വിഭജിച്ചിട്ട് ആ വിഭജനത്തെ 1-ാം ഭാഗം അത് ഇസ്രായേലുള്ള ബന്ധത്തിലാണ് എന്നുള്ളതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് ആരാണ് അത് കേട്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചും ക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷത്തെക്കുറിച്ചുമാണ് ഇവിടെ രേഖപ്പെടുന്ന. യെശയ്യാ പറയുന്നുള്ളൂ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്ന നിശ്ചയം. അവിടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇവിടെ ഈ വചനം യെരൂശലേമിൽ നിന്ന് ആരംഭിച്ചു. യേശുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിന്റെ സുവിശേഷം അതിൽ ലോകത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുവാനായിട്ട് അവരുടെ നാദം സർവഭൂമിയിലും, സുവിശേഷത്തിന്റെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. അപ്പോൾ ഇന്നും പരന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷം, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം, അത് മാനവവംശത്തിന്റെ രക്ഷയാണ് എന്നുള്ളത് 10-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംസാരിച്ചതെന്നുള്ളത് സംസാരിക്കുമ്പോൾ, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പോൾ ഞങ്ങൾ പ്രസ്താവിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്ന ചോദ്യമാകുന്നെങ്കിൽ എന്താണ് പ്രസ്താവിച്ചെന്നുള്ള പുതിയ നിയമത്തിൽ അത് പൊരുളായി തീർന്നപ്പോൾ പൗലോസ് പറയുക, ഞങ്ങൾ ആരംഭ നൂറ്റാണ്ട് മുതൽ യേശുവിനെ പ്രസംഗിക്കുന്ന വിശ്വാസ വചനമാണ്. അന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ആ പ്രവചനത്തിന് 1-ാം ഭാഗം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അതുപോലെ ഇന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നത് കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. അപ്പോൾ വളരെ വ്യക്തമായി പൗലോസ് വ്യാഖ്യാനിക്കുകയാണ്. യെശയ്യാവിന്റെ 53-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിന്റെ 1-ാം ഭാഗത്തെ വ്യാഖ്യാനിക്കുക. 2-ാം ഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇവിടെ ദൈവം പഠിക്കുന്ന ദൈവമക്കൾ വചനത്തെ വസ്തുതാപരമായി അതിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തോട് അനുബന്ധമായി ചിന്തിച്ച് അതിനെ ഗ്രഹിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആധികാരികതയും വിശ്വാസവും വർദ്ധിക്കുകയുള്ളൂ. ഒരു വചനം എടുത്ത് വായിച്ചിട്ട് അത് എല്ലാവരും കൂട്ടിക്കുഴച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ ഏത് ഭാഗം നിറവേറപ്പെട്ടു, ഏത് നിറവേറപ്പെട്ടില്ല എന്നുള്ളത് ചിന്തിക്കണം, മനസ്സിലാക്കണം. അതേക്കുറിച്ച് ദൈവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വളരെയധികം ദൈവങ്ങളെ ആശ്രയിച്ചുള്ള ഒരു ചിന്ത ആവശ്യമാണ്. അല്ലെങ്കിൽ പൊതുവെ വായിച്ചു പോകുന്നവർക്ക് വായിച്ചു പോയാൽ അത് വലിയ കാര്യമാകത്തില്ല. എവിടെ പോയി അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആർ കേട്ടിരിക്കുന്നു, എവിടെ പോയി ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നുള്ള ഒരുമിച്ച് വായിച്ചു പോയാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാകത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ഒരു വചനത്തിൽ തന്നെ കർത്താവിന്റെ 2 പ്രത്യക്ഷതകളെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വചനത്തോടുള്ള ബന്ധത്തിൽ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, 1-ാമത്തെ വരവിൻ്റെയുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ചാണ് രക്ഷയുള്ള ബന്ധത്തിൽ
വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയുടെ സന്ദേശം. നമുക്കറിയാം റോമർ 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമാണ്, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം രക്ഷയുടെ വചനമായി അവരെ ഏറ്റുപറയാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷയുടെ സന്ദേശമാകുന്ന സുവിശേഷം ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. യേശു ക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയുള്ളവരുണ്ട്. എന്നാൽ കഥാ പറഞ്ഞ് എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ഈ തലമുറ ആരെങ്കിലും നാണിച്ചാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവനെക്കുറിച്ച് നാണിക്കും. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയാൻ കാരണം ആ സുവിശേഷത്തിൽ മറിഞ്ഞിരിക്കുന്ന മഹത്വം അല്ലെങ്കിൽ അതിന്റെ തേജസ് വെളിപ്പെട്ടു, മനസ്സിലായി. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ യെശയ്യാവിൻ ദൈവത്തിന്റെ സ്വർഗീയസിംഹാസന തേജസ് കണ്ടപ്പോൾ അവനെക്കുറിച്ച് മനസ്സിലായിട്ട് അവൻ പറയുകയാണ്, ഇതുവരെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യെശയ്യാവോടെ വിലപിക്കുന്നതിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രകാശനമാണ് ഈ പുതിയ നിയമത്തിൽ വെളിപ്പെട്ടത്. പഴയ നിയമത്തിൽ ഈ യെശയ്യാവ് ദർശനം കണ്ടപ്പോൾ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ പറയുകയാണ്, അയ്യോ തിരിച്ചറിവില്ലല്ലോ എന്ന് പറയുകയാണ്. ഈ ജനം, എൻ്റെ 10-ാം വാക്യം, ഈ നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയില്ല, ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സുകൊണ്ട് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടത് നീ അവിടെ ഹൃദയം തടിപ്പിക്കുകയും അവിടെ ചെവി മന്ദമാക്കുകയും അവിടെ കണ്ണ് അടച്ചുകളയും ചെയ്യുക. ഇപ്പൊ കഥ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ജനതയെ ദൈവം അവരുടെ ഹൃദയത്തെയും കണ്ണിനെയൊക്കെ അടച്ചു വെച്ചിരിക്കുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവിന്റെ പ്രവൃത്തി അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ആയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അർത്ഥതലത്തിലാണ് 9-ാം അധ്യായം റോമർക്കെതിരെ 9-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കാൻ സാധിക്കുന്നത് ഇത് കണ്ടിട്ടോ കേട്ടിട്ടോ അല്ല. നാം യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് മനഃപരിവർത്തനമുണ്ടായി, മാനസാന്തരമുണ്ടായി. നാം പാപിയാണെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിന്റെ നീതിപ്രവൃത്തിയാകുന്ന ക്രൂശിയാകുന്ന മരണത്തിൽ നാം വിശ്വസിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് യേശു ഉയർപ്പിച്ചു എന്നുള്ള ഉയർപ്പിന്റെ ശക്തിയിൽ നാം വിശ്വസിച്ചപ്പോൾ നിത്യജീവൻ ഓഹരിക്കാരായി തീർന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിൽ വ്യത്യാസം? സുവിശേഷത്തിൽ വ്യത്യാസമില്ല, എന്നാൽ ന്യായപ്രമാണത്തിൽ വ്യത്യാസമുണ്ട്. ന്യായപ്രമാണം മനുഷ്യനെ നടിച്ചവർ വെച്ച് വേർതിരിക്കുന്ന, അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളുണ്ട്. പ്രാകാരവും വിശുദ്ധവും അതിവിശുദ്ധവും എന്നുള്ള വേർതിരിവുണ്ട്. അതുപോലെ ഇസ്രായേൽജനത്തിനും യവനന്മാർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസം ന്യായപ്രമാണം മുഖാന്തരം വെച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പറയുകയാണ് ഒരു വ്യത്യാസമില്ല. എന്നതിൽ പറയുന്നാൽ യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. നമ്മുടെ കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ സമ്പന്നനാകുന്നു. അത് ഇന്ന് രാത്രിയിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. അത് നമ്മൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, രക്ഷിക്കപ്പെടുന്നവരുടെ പ്രത്യേക കണക്ക് വെച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞില്ല എണ്ണം തികഞ്ഞു പോയി ഇനി പറ്റത്തില്ല എന്ന് പറയും. നമുക്കറിയാം, ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായ നമ്പറുണ്ട്. 100 അല്ലെങ്കിൽ 200 പേരെ എടുക്കണമെങ്കിൽ അത്രയും പേരെ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള എത്ര കരഞ്ഞാലും ലഭിക്കത്തില്ല. ഒരുപക്ഷെ ക്വാളിഫൈഡ് ആയിരിക്കാം, തള്ളപ്പെട്ടു പോകും, റാങ്ക് ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെട്ടു പോകും. എന്നാൽ കാരണം അതിൽ കൂടുതൽ അവർക്ക് വേണ്ട അല്ലെങ്കിൽ ചെയ്യാനുള്ളതായ കഴിവ് അവർക്കില്ല. അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യും, അത് പറ്റത്തില്ല എന്ന് പറയും. അത് കർത്താവ് പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സമ്പന്നനാകുന്നു. അപ്പോൾ അവന്റെ ജീവൻ തന്ന ആ വിലയേറിയ രക്തത്തിന്റെ വില, അത് ഒരിക്കലും മനുഷ്യ അതിന്റെ വിലയുള്ള ബന്ധത്തിൽ എത്ര മനുഷ്യർ ആ രക്ഷയിലേക്ക് വന്നാലും അതിന്റെ വില തീർന്നു പോകത്തില്ല. പർച്ചേസിങ് പവർ അത്രമാത്രമുണ്ട്. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില വലുതാണ്, അവന് വാങ്ങിക്കുവാൻ കഴിയും. സർവ്വലോകത്തെയും
ഈ സർവ്വലോകത്തിന്റെ പാപത്തെയും ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വില എത്രയെന്ന് ആർക്കും അനുമാനിക്കാൻ കഴിയത്തില്ല. അത് വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് പറയുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം യേശു സമ്പന്നനാകുന്നു. അവൻ സമ്പന്നനായിട്ടും ദരിദ്രനായി ലോകത്തിൽ പിറന്നത് നമ്മെ ആത്മീയ സമ്പന്നരാക്കി തീർക്കാൻ വേണ്ടിയാ. അതെ, നാം ദരിദ്രരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു, ഇവിടെ കൊണ്ട് തീർന്നു പോകുന്ന താൽക്കാലികതയുള്ളവരായിരുന്നു. ജനിച്ചു, മരിച്ചു, നരകാഗ്നിയിലേക്ക് പോകുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായിരുന്നു, തേജസ്സില്ലാത്തവരായിരുന്നു, നഷ്ടമായിരുന്നു, നമ്മുടെ ജീവിതം നഷ്ടമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ സമ്പന്നരാക്കി, നമ്മളെ ലാഭമുള്ളവരാക്കി മാറ്റി. രാത്രിയിൽ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു നഷ്ടമല്ല, അത് ലാഭമാണ്. കാരണം ക്രിസ്തു മുഖാന്തരമുള്ള ആ രക്തത്തിന്റെ ശക്തിയാൽ നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം മാന്യതയുള്ളവരായി തീർന്നു, വിലയുള്ളവരായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തു ജീവിതം സുവിശേഷം മുഖാന്തരമായി അത് ധന്യമായി തീർന്നു, സമ്പന്നമായി തീർന്നു. ആ സമ്പന്നതയാണ് ദൈവത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അവന്റെ വചനം അധികമായി നാം സ്റ്റോർ ചെയ്യുന്ന മുഖാന്തരമായി, നമ്മുടെ ഹൃദയത്തിൽ സംഭരിക്കുന്ന മുഖാന്തരമായി ആത്മീയ സമ്പന്നതയുടെ തേജസ്സും വർദ്ധിക്കുവാനിടയത്തരും. അതുകൊണ്ട് അനേകർക്ക് ദിവസങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം കേൾവി അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. അവിശ്വാസത്തിന്റെ നൂറുമേനി തികവിലേക്ക് എത്തണമെങ്കിൽ ദൈവവചനത്തിന്റെ ആധികാരികതയും സത്യവും മനസ്സിലാക്കിയെടുക്കണം. 66 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ സമയത്ത് അത് മുഴുവൻ നമുക്ക് ഗ്രഹിച്ചെടുക്കാനുള്ള സാധിക്കത്തില്ല. എന്നാൽ ദൈവം തരുന്ന സാവകാശങ്ങൾ, സമയങ്ങൾ ദൈവജന പഠനത്തിനും കേൾവിക്കും വേണ്ടി നാം ചെലവഴിക്കുന്നത് നമ്മുടെ ആന്തരിക ജീവിതത്തിന്റെ സമ്പന്നത വർദ്ധിപ്പാനിടയാത്തരും. ഇന്ന് അനേകര് ഭൗമിക ജീവിതത്തിന്റെ സമ്പന്നതയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ കഥ പറയുന്നത് അത് താൽക്കാലികമാ. ഈ നാം പ്രാപിക്കേണ്ടത് ആത്മീക സമ്പന്നതയാണ്. ഈ ദൈവജനത്തിന്റെ കേൾവിയാണ്. അല്ലെങ്കിൽ ദൈവനെ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അതിനെ ആചരിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ അകത്തെ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ സമ്പന്നനായി തീർന്നു. പുറമേയുള്ള മനുഷ്യൻ അത് ദൈവം പറഞ്ഞിരിക്കുന്നത് ക്ഷയിച്ചു പോകുന്നതാണ്. പുറമേയുള്ളവന് അതിന് ക്ഷയമുള്ളതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നാൽ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നത് ദൈവജന കേൾവിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നതിനാൽ ഇത് പുതുക്കം പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ റെന്യൂവേഷൻ അല്ലെങ്കിൽ ഈ പുതുക്കം സംഭവിക്കും ദൈവത്തിനുമായത്താലാകുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസോട് സമർത്ഥിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ആ യെശയ്യായുടെ 53-ാം അധ്യായം 1-ാം വാക്യത്തെ എടുത്ത് ഇവിടെ വ്യാഖ്യാനിച്ചപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം അല്ലെങ്കിൽ ഞങ്ങൾ കേൾപ്പിച്ചത് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ധരിച്ചത്. രണ്ടാമത്തെ ഭാഗം ഉദ്ധരിക്കാത്തതിന്റെ കാരണം അവന് ആത്മീയ കാഴ്ചപ്പാടുള്ളവനായിരുന്നു. അവന് തിരിച്ചറിയുവാൻ, വേർതിരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എടുത്തിവിടെ രേഖപ്പെടുത്തുക. ഇപ്പൊ ദൈവത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനത്തിന്റെ ആ സാധുതയും സത്യവും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ അടുക്കും ചിട്ടയും ഓർഡറും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നെല്ലാം, പരിശുദ്ധാത്മാവിനാൽ വിവേചിക്കപ്പെടുന്നെല്ലാം, വ്യാഖ്യാനിക്കപ്പെടുന്നെല്ലാം തെറ്റില്ലാത്തതാണ്. അത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് നിൽക്കുകയുള്ളൂ. എന്താണെന്ന് മനസ്സിലാക്കി തരും. അപ്പോൾ ആ വചനത്തെ രണ്ടായി വിഭജിച്ചപ്പോൾ വളരെ ഈസിയായി. അത് നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. യേശുക്രിസ്തു ഒന്നാമത്തെ വരവിലാണ് രക്ഷ അല്ലെങ്കിൽ സുവിശേഷം അത് വ്യാപരിച്ചെങ്കിൽ അവന്റെ ഭുജം അവതരണം രണ്ടാമത്തെ വരിലാകുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലന് മനസ്സിലായതുകൊണ്ടാണ് ഈ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ അതേക്കുറിച്ച് 2-ാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവവചനം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ കാര്യഗൗരവമായിട്ടുള്ള ക്രിസ്തു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. പലരും പറയും ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ടവർ, നമുക്ക് അറിയേണ്ട പോലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സാഗരമാകുന്ന വചനത്തിന്റെ അകത്തുനിന്ന് അറിയേണ്ടതുപോലെ ഇന്നും നമുക്കൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അറിയാനുള്ള ആഗ്രഹത്തോടെ ദൈവമേ ഞങ്ങൾക്കത് വെളിപ്പെടുത്തണമേ, ഞങ്ങൾ നിന്റെ വചനം ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു, ആ വചനത്തിൽ മാത്രമേ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള ആഗ്രഹത്തോടെ ഏതൊരു മനുഷ്യൻ ലോകത്തിലുണ്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കേൾപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളെ എൻ്റെ വഴികളെ തുറന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും?
പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്ന കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നതല്ലോ. ഇപ്പോൾ സുവിശേഷം നന്മയാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ വചനം ആർ കേൾപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ സുവിശേഷം അത് വിശ്വാസം കേൾവിയാലും, അത് വിശ്വാസം അതുകൊണ്ടാണ് ബിലീവേഴ്സ് എന്ന പേര് വന്നത്. വിശ്വാസികൾ, സുവിശേഷം മുഖാന്തരമാണ് വിശ്വാസികളുണ്ടായത്. പഴയ നിയമ വിശ്വാസികൾ അത് വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം എന്നതിനെ കുറിച്ച് നിർവചനം പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ പഴയ നിയമത്തിലും അവർ വിശ്വസിച്ചിരുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തെക്കുറിച്ച്, യേശു രക്ഷകൻ വരുമെന്നും വിടുതലുണ്ടാകുമെന്നും ദൈവശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം ഉണ്ടാകുമെന്നും ഒക്കെ അവർ മനസ്സിലാക്കി അവർ വിശ്വസിച്ചു. അതുകൊണ്ട് പഴയ നിയമത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമം വളരെ വ്യക്തമായി വചനം ജഡമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ജീവനും കൃപയുമുള്ളവനായ നമ്മുടെ ഇടയിൽ വളർന്ന് അത് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് അവൻ്റെ പ്രവൃത്തി തികച്ച് സുവിശേഷം മുഖാന്തരമായ രക്ഷ ഒരുക്കിയ ശേഷമാണ് യേശു കർത്താവ് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അപ്പോൾ അതേക്കുറിച്ച് വായിക്കുന്നത് നന്മയുടെ സുവിശേഷമാണ്. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനുമായ ഫലം വരുന്നു. നമുക്കറിയാം, പണ്ടൊക്കെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ജീവിതത്തിലൊക്കെ ദൈവം വല്ലപ്പോഴും പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഹൃദയത്തിൽ സംസാരിക്കുമായിരുന്നു. ആ അതൊക്കെ ചുരുക്കം ചില സന്ദർഭങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് 12 സന്ദർഭങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ യാക്കോബിന്റെ ജീവിതത്തിൽ, മറ്റുള്ള ജീവിതത്തിലൊക്കെ സന്ദർഭത്താൽ അത് വിരൽ എണ്ണാവുന്ന അല്ലെങ്കിൽ ചുരുക്കമായ സന്ദർഭത്തിലാണെങ്കിൽ, പുതിയ നിയമത്തിൽ അങ്ങനെ ചുരുക്ക സന്ദർഭങ്ങളിലല്ല ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. അപ്പോൾ അന്ന് പ്രവാചകന്മാരിലൂടെയോ ദൂതന്മാരിലൂടെയോ ഒക്കെ സംസാരിച്ചതിന് നിയന്ത്രണമുണ്ടായിരുന്നു, പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു നിയന്ത്രണമില്ലാതെ, ദൈവം ഒരു മറുപൊരുളുമില്ലാതെ വചനത്തെ നമുക്ക് അറിയാവുന്ന രീതിയിൽ അത് രേഖപ്പെടുത്തി നമ്മുടെ കരങ്ങളിൽ തരുവാനിടയാത്തത്. നമുക്ക് അക്ഷരാഭ്യാസം തന്നത്, പഠിത്തമുള്ളവരാക്കി മാറ്റിയത്, കണ്ണിന് കാഴ്ച തന്നത്, കേൾക്കാൻ ചെവി തന്നത്, വിശ്വസിക്കാൻ ഹൃദയം തന്നതിൻ്റെ അർത്ഥം മനുഷ്യ ദിവസങ്ങളിൽ ദൈവം തന്നിരിക്കുന്നത് യേശു മുഖാന്തരമുള്ള നന്മയുടെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാൻ, ദൈവവിളിക്ക് വരുവാൻ വേണ്ടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത്, നമുക്ക് ചെവി തന്നിരിക്കുന്ന, ഹൃദയം തന്നിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, വിശ്വാസികളായി തീരുവാൻ വേണ്ടിയാണ്. അതിനെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നവർക്ക് വിശ്വാസികളായി തീരുവാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ്. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. പറയുകയാണ്, അവരുടെ നാദം സർവഭൂമിയിലും, അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. അപ്പോൾ ഭൂതലത്തിന് അറ്റത്തോളം പരക്കുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാകുന്ന സന്ദേശം ഭൂമിയുടെ അറ്റത്തോളം എത്തിച്ചേരും. അത് പരന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഫലം തന്നുകൊണ്ട് പരന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ പ്രകാശം ഭൂമിയുടെ അറ്റത്തോളം പരക്കുന്നത് പോലെ നിരസുരായിരിക്കുന്ന യേശു മുഖാന്തരമുള്ള അവന്റെ സുവിശേഷത്തിന്റെ ശബ്ദം മനുഷ്യനുള്ള സകല ദേശങ്ങളിലും സകല ഹൃദയങ്ങളിലും എത്തിച്ചേരും എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചിട്ടില്ല. അവരെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന അളവിലേക്ക് അവർ വരത്തക്കോണമുള്ള ഒരു ജീവിതമായിരുന്നില്ല അവർക്ക് അന്ന് ഉണ്ടായിരുന്നത്. ഇസ്രായേൽ ഗ്രഹിച്ചിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജലമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന ഒന്നാമത് മോശ പറയുന്നു. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ച് അനുസരിക്കാത്തതും മറുത്തു പറയുന്ന ജനത്തെങ്കിലും ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്നവൻ പറയുന്നു. അപ്പോൾ ഇതാണ് യവനന്മാരും യഹൂദനും തമ്മിലുള്ള വ്യത്യാസം. സുവിശേഷം മുഖാന്തരമായി ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ പ്രാപിപ്പാൻ നമുക്ക് ഭാഗ്യം തന്നു. അതേക്കുറിച്ച് സവിസ്തരമായി പൗലോസ് രേഖപ്പെടുത്തി യെശയ്യാവിന്റെ പ്രവചനത്തെ വ്യക്തമാക്കിക്കൊണ്ട്, സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ച വചനം, അതാണ് പ്രവാചകൻ പറഞ്ഞ് അടങ്ങിയിരുന്ന രഹസ്യമെന്നാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് കണ്ണ് കൊടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഈ സാഹചര്യത്തിന് കണ്ണ് അടച്ചിരിക്കുന്നത് നാം രക്ഷപ്പെടാൻ വേണ്ടിയാ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ രക്ഷ നടക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ യേശുവിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ കർത്താവ് അതിനുമുമ്പ് വരണമായിരുന്നു. അതുകൊണ്ട് ഇതുവരെയും അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ഒക്കെ കൊടുത്ത് ഉപമകളാക്കി നിഴലായി അവർ നിർത്തിയിരിക്കുമ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ ദിവസങ്ങളിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം എത്രമാത്രം ഭയഭക്തിയുള്ള ജീവൻ നയിക്കേണ്ടവരാണ്, വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടവരാണ്. അതിനായി ദൈവജനം കേൾക്കുകയും അതിനെക്കുറിച്ച് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുമാറാകട്ടെ. എൻ്റെ 43 യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിപ്രശ്നമാകാതിരിക്കാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താൻ. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇവിടെ എന്നിട്ടും എന്ന് പറയുകയാണ്. എന്നിട്ടും ഇങ്ങനെ ഉള്ള ഒരവസ്ഥയായിരുന്നിട്ട് പോലും പള്ളിപ്രമാണികളിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. അത്രമാത്രം പേർ അത്ര അടയാളങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാതിരിക്കുമ്പോഴും അവിടെ പറയാണ് എന്നിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി അത്രമാത്രം ആയതുകൊണ്ടാണ് ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ചില പള്ളിപ്രമാണികൾ പോലും യേശുവിൽ വിശ്വസിപ്പാൻ ഇടയാത്തുന്നതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരുടെ വിശ്വാസം അവർക്കത് അതിൻ്റെതായിട്ടുള്ള അന്തിമമായ ഫലത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പോയി. അനേകർക്കും യേശുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ യേശു പറഞ്ഞ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ കേട്ട വചനം അവർക്ക് ഗുണകരമായി പരിണമിക്കാത്തതിൻ്റെ കാരണം മനുഷ്യരുള്ള മാനത്തെ ദൈവത്തിൻ്റെ മാനത്തേക്കാൾ അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആരെങ്കിലും ഇതുവരെയും ക്രിസ്തു പറഞ്ഞിരിക്കുന്ന രക്ഷയെക്കുറിച്ചും വിശ്വാസനാളത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിശ്യത്തെക്കുറിച്ചും വേർപെട്ട ജീവിതത്തെക്കുറിച്ചും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെക്കുറിച്ചും ഒക്കെയുള്ള അടിസ്ഥാനപരമായിരിക്കും ദൈവജനത്തെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഈ ദിവസങ്ങളിൽ അത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് പോലും ദിവസം ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്തവർ ആരെങ്കിലും സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കൊള്ളുക, സന്ദേശം നിങ്ങളോടുള്ളതാണ്. അപ്പോൾ അവര് വിശ്വസിച്ചു, പ്രമാണികൾ അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി പ്രശ്നമാകാതിരിപ്പാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലാതാണ്. അത് ഇന്ന് ലോകത്തിൽ അനേകർക്ക് യേശുവിനുള്ള സത്യത്തെക്കുറിച്ചും ക്രിസ്തു മുഖാന്തരമുള്ള സ്നേഹത്തെക്കുറിച്ചും അറിയാം. എങ്കിലും അനേകർക്ക് അവരുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുമോ, മനുഷ്യർ തള്ളിക്കളയുമോ എന്നുള്ള ഭയം നിമിത്തം ദൈവത്തെ യേശുവിലേക്ക് വരാത്ത അനേകരുണ്ട്. എന്നാൽ കൃപയാൽ ലോകത്തിൽ മരിപ്പാനുള്ള കൃപ ലഭിച്ചതിനായി ഞാൻ രാത്രി സ്തോത്രം ചെയ്യുക. ഒരു കാലത്ത് ഭയമുള്ളവരായിരുന്നു, ദൈവഭാഗത്തേക്ക് വരുവാൻ ഭയമുള്ളവരായിരുന്നു. നാമും അതുപോലെ ഭയപ്പെട്ടവരായിരുന്നു, മനുഷ്യരെ മാനിച്ചവരായിരുന്നു, ദൈവത്തെക്കാൾ അധികമായ മനുഷ്യരെ മാനിച്ചെന്നാൽ ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ ജീവനായി തീർന്ന് വിശ്വാസമായി തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വേലിക്കെട്ടുകളെ തകർത്ത് കളയുവാൻ ദൈവം കൃപ തന്നു. വിശ്വാസം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ മാനിക്കുവാൻ കഴിയത്തുള്ളൂ, ദൈവത്തെ അനുസരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇതുപോലെ ആയിത്തീരുമായിരുന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ദൈവം തന്ന ജയത്തിനായി സ്തോത്രം ചെയ്യാം. അനേകര് അന്നത്തെ പോലെ പ്രമാണികൾ പലരും, ഉന്നതന്മാരായിരിക്കുന്ന പലരും മനുഷ്യരുള്ള മാനം ഇച്ഛിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, ഒരുപാട് ആ ഉന്നതന്മാരായിരിക്കുന്ന വ്യക്തികൾക്ക് സത്യമറിയാം. പക്ഷെ അവരാരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തതിൻ്റെ കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന മാന്യത നഷ്ടപ്പെടുമെന്നത് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ രാത്രിയിൽ ദൈവാത്മ പറയുക, ഇവിടുത്തെ മാന്യതകളും മനുഷ്യന്റെ എല്ലാ മുമ്പിലുള്ള ബഹുമാനവും താൽക്കാലികമാണ്, ഇവിടം കൊണ്ട് തീർന്നു പോകും, മരണം കൊണ്ടെല്ലാം അസ്തമിക്കും. എന്നാൽ ദൈവത്താൽ മാനിക്കപ്പെടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്, അത് നിത്യമായിട്ടുള്ളതാണ്. നിത്യജീവനിലേക്കും അതേ ശ്രേഷ്ഠകരമായ പദവിയിലേക്കും എത്തിച്ചേരുവാൻ വേണ്ടിയാണ് നാം ലോകത്തെ ത്യജിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ചത്. അതുകൊണ്ട് ദൈവത്തെ മാനിച്ചൊരു കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായി തീരുമെന്നും യേശു
ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ദൈവത്തെ മാനിച്ചാൽ ഒരു നാളും നാം ലജ്ജിച്ചു പോകത്തില്ല. അതാ പറഞ്ഞ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ, അവൻ എന്നോട് കൂടി ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ സിംഹാസനത്തിരിക്കാനുള്ള വലിയ പദവി ലഭിച്ച ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ മാനിക്കും തോറും, ദൈവത്തെ ബഹുമാനിക്കും തോറും, കർത്താവിന്റെ വചനത്തെ അംഗീകരിക്കും തോറും, അത് ഹൃദയത്തിൽ വിശ്വാസമായി നാം ഏറ്റെടുക്കുന്ന മുഖാന്തരമായി നാം മാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അനേകർക്ക് ഇത് അവർക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും സത്യമാണെന്ന് അറിയുന്നുണ്ടെങ്കിലും വിട്ടുപിരിയാത്തതിന്റെ കാരണം അവരുടേതായിട്ടുള്ള ഉള്ളിലെ ഭയമാണ്. എന്നാൽ ആ ഉള്ളിലെ ഭയം തികഞ്ഞ സ്നേഹം സകല ഭയത്തെയും പുറത്താക്കി കളയും. ദൈവത്തിന്റെ വചനം ക്രിസ്തുവിൻ ക്രൂശിച്ചൊരിഞ്ഞ സ്നേഹത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ തികഞ്ഞ സ്നേഹമുണ്ടാകുകയുള്ളൂ. ആ തികഞ്ഞ സ്നേഹമാണ് സകല ഭയത്തെ പുറത്താക്കി കളഞ്ഞ് വെളിച്ചമായി തീരുവാനിടയെത്തുന്ന. ഭയമാകുന്ന ഇരുളിനെ മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം കൊണ്ടാണ്. ദൈവത്തിന് വചനമാകുന്ന സ്നേഹത്തിന്റെ വചനം ഒരുവന്റെ ഹൃദയത്തിലേക്ക് പ്രകാശമായി വന്നു കഴിയുമ്പോൾ അവനിൽ രൂഢമൂലമായിരിക്കുന്ന ഇരുൾ അപ്രത്യക്ഷമാകും. അത് വെളിയിലേക്ക് പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പറയുന്നത് തികഞ്ഞ സ്നേഹം സകല ഭയത്തെയും പുറത്താക്കി കളയുന്നു. അപ്പോൾ പൈശാചികം കൊണ്ടുവയ്ക്കുന്ന മരണമാകുന്ന മരണത്തിന്റെ ഭീതി മാറി നിത്യജീവന്റെ പ്രകാശമാകുന്ന പ്രത്യാശ നൽകിയത് യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനപഠനം അതിന് ഇടയാകട്ടെ എന്നും രാത്രി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം വളരെ വ്യക്തവും അത് നിശ്ചയവും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിന്റെ അനുഭവമാകിയാൽ രാത്രി സ്തോത്രമാണ്. കർത്താവെ, ഞങ്ങൾക്കത് വിശ്വസിക്കുവാനും അങ്ങേ അംഗീകരിപ്പാനും കർത്താവിന്റെ കൃപയിലേക്ക് വരുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചത് ദൈവമേ എത്രയോ വലിയ ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഞങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആദരിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതിനായി ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അവർ മനുഷ്യരുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഏതാണോ അധികം സ്നേഹിക്കുന്നത് അവർക്ക് അതിൻ്റെ അടിമപ്പെട്ടു പോകാനിടയാത്തതും. നാം അധികമായി സ്നേഹിക്കുന്നത് യേശുവിനെയാണ്. അവനെ ആ സ്ത്രീ വന്ന് അവന്റെ കാൽപാദത്തിൽ ഇരുന്ന് അവൻ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തോർത്തി ചുംബിച്ചു കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, ആരാണ് അധികം സ്നേഹിക്കുന്നത്? അധികം ഇളച്ചു കിട്ടിയവനാണ്. അപ്പം അതുകൊണ്ട് നാം അധികമായി സ്നേഹിക്കുന്നത്, നാം ലോകത്തിലുള്ള മാനമല്ല നാം നോക്കുന്നത്. ഞാൻ പാവിയായിരുന്നു, ആ പാപത്തിൽ നിന്ന് യേശു നമ്മളെ വിടുവിച്ചു, നമ്മളെ വിശുദ്ധന്മാരാക്കി, ദൈവ മക്കളാക്കി തീർത്തു. നമുക്ക് ദൈവിക പ്രത്യാശയും വാഗ്ദത്തങ്ങളും തന്നതുകൊണ്ട് നാം അവനെ എല്ലാറ്റേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്നേഹം വർദ്ധിച്ചു വരുവാൻ ഈ ദിവസങ്ങളിൽ വചന പഠനം ഇടയാകട്ടെ എന്ന് ആണ് പരിശുദ്ധ അവിടെ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. കർത്താവ് അടുത്ത ദിവസം വന്നിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. പോയി മറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ വീണ്ടും വന്നിട്ട് സംസാരിക്കുന്നതാണ് അതിൻ്റെ 44 വാക്യങ്ങൾ. ഇവിടെ 36 വാക്യം പറഞ്ഞ ശേഷമായി ഗ്രന്ഥകാരനായിരിക്കുന്ന യൗവന്നാൻ പഴയ നിയമത്തിന്റെ പ്രവചനങ്ങൾ എടുത്ത് വെളിപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇസ്രായേൽ മനസ്സിലാകാതെ പോയത്, അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയതിൻ്റെ വ്യക്തത 38 വാക്യങ്ങൾ എടുത്ത് പറഞ്ഞ് 43 വാക്യങ്ങൾ അവനത് പ്രസ്താവിച്ചിരിക്കുക, അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. പഴയ നിയമ പ്രവചനങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്ത് എന്താണ് ഇസ്രായേലിന് സംഭവിച്ചത്, അവർക്കത് അംഗീകരിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം എന്താണ്, അത് ദൈവഹിതമായിരുന്നു എന്നവിടെ സമർത്ഥിച്ചതിന് ശേഷമായിട്ട് യേശു വിളിച്ചു പറഞ്ഞു. അടുത്ത ദിവസം യേശു വീണ്ടും നഗരത്തിലേക്ക് വന്നു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കാൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് വീണ്ടും വിളിച്ചു പറയാം. 7-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ഇതുപോലെ കർത്താവ് ഉറക്കെ വിളിച്ചു പറയുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 7-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഉത്സവ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ,
എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കർത്താവ് വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഭൂമിയിൽ വിളിച്ചു പറഞ്ഞ, അവരുടെ ശുശ്രൂഷ സമയത്ത് വിളിച്ചു പറഞ്ഞ സന്ദർഭങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി. 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, അപ്പോൾ അവിടുത്തെ കൂടാര പെരുന്നാളുടെ ബന്ധത്തിൽ അതിൻ്റെ അവസാന ദിവസമാകുന്ന ദിവസം ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ നിന്നുകൊണ്ട് ദാഹിക്കുന്നതെല്ലാം എൻ്റെ അടുക്ക് വരട്ടെ, ഒന്ന് കുടിക്കട്ടെ. ക്രിസ്തു യേശു മുഖാന്തരമായി ലഭിക്കുന്ന പരിശ്രമനെ കുറിച്ച് കഥ വിളിച്ചു പറഞ്ഞു. ഇവിടെ തൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് യേശു വിളിച്ചു പറയുകയാണ്, വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ എന്നിലല്ല, എന്നെ അയച്ചവൻ തന്നെ വിശ്വസിക്കുന്നു. ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകാമെന്നുള്ളത് 7-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ പുത്രനാകുന്ന വചനമാകുന്ന ക്രിസ്തു തന്റെ പിതാവിനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്ന യഥാർത്ഥമായ ദാനമാണ് ഞാൻ. അവൻ ഇരുളല്ല, വെളിച്ചമാണ്, സ്നേഹമാണ്. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് സ്നേഹമാകുന്ന ദൈവത്തെയാണ് കാണുന്നത്, പിതാവാൻ ദൈവത്തെ കാണുന്നത്. ഞാൻ ഈ ലോകത്തിൽ വന്നത് തന്നെ പിതാവിന്റെ സ്നേഹം മുഖാന്തരമാണ്. തൻ്റെ പുത്രനെ വചനമാം ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ സ്നേഹമാണ്. കാരണം യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ വന്നത് എൻ്റെ പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടി. അവൻ എന്നെ അയച്ചതാണ്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇതിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. കർത്താവിന് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവും ഞാനും ഒന്നാകുന്നുള്ള വെളിപ്പെടുത്തിയ കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിതാവാൻ ദൈവത്തെ കാണുന്നതിന് തുല്യമാണ്. അപ്പോൾ പിതാവാൻ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച്, യഹോവയെ കാണാൻ ആഗ്രഹിച്ചെന്ന് ഇസ്രായേലിന്റെ മുമ്പിൽ യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാക്ഷാൽ ദൈവം ഞാൻ തന്നെയാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതെയും ചെവി കൊണ്ട് കേട്ടിട്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെയും ഇരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമുണ്ടല്ലോ, കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമുള്ളത്, കാണാൻ മറയത്തിരിക്കുന്ന തേജോമനായിരിക്കുന്ന ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്ന, എന്നെ കണ്ടാൽ തേജോമനായിരിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ കാണുന്നതെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. കാരണം പിന്നെ ഇരുളില്ല, വെളിച്ചമാണ്. അപ്പോൾ ഇരുളിൽ വസിക്കാതിരിപ്പം ഞാൻ വെളിച്ചമായ ലോകത്തെ വന്നു. എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്ര ഞാൻ വന്നിരിക്കും. കർത്താവ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വിധിപ്പാനല്ല, പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തി അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സുപ്രസാദ കാലമാ, ഇപ്പോൾ ന്യായവിധിയുടെ കാലമല്ല, ഇപ്പോൾ കൃപായുഗമാ, രക്ഷിക്കപ്പെടാൻ പറ്റുന്ന സമയമാ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പലതും പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധാത്മാവിന്റെ കാലം കൃപയുടെ കാലമാ, ദൈവത്തിന്റെ വചനത്തിന്റെ കാലമാ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വചനം വിശ്വസിക്കാനുള്ള സാധ്യതകൾ, അതിനുള്ള വഴികൾ ധാരാളമായി തുറന്നിരിക്കാൻ അത് നാം പ്രാപിച്ചെടുക്കണം. ഇതുവരെയും ആരെങ്കിലും വിശ്വസിക്കാത്തതുണ്ടെങ്കിൽ വചനം കേൾക്കണം എന്നുള്ളതാണ്. വേഗത്തിൽ രക്ഷിക്കപ്പെടുന്ന ദൈവവിളിക്ക് വരണം, വെളിച്ചത്തിലേക്ക് വരണം, ദൈവത്തെ കാണണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വന്നിരിക്കുന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. പറഞ്ഞു, എന്നെ വിശ്വസിക്കാതെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നുണ്ട്. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞപ്പോൾ അറിയാം, അന്ന് ജീവിച്ച തലമുറയെല്ലാം മരിച്ചു പോകുന്ന അറിയാം. അവരൊക്കെ ന്യായം വിധിക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിലെ ന്യായവിധിയില്ല, അതിന് ന്യായം വിധിക്കപ്പെടുന്നില്ല. കാരണം അന്ന് കർത്താവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ വിശ്വസിക്കാതെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നതിനുണ്ട്. എൻ്റെ വചനം കൈക്കൊള്ളാതെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എന്നാൽ നമുക്കിതേ പുസ്തകത്തിൽ ലാസറിന്റെ പെങ്ങളായിരിക്കുന്ന മാർത്തയും മറിയും മാർത്ത പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന്. അപ്പോൾ ഒടുക്കത്തെ നാളിൽ സംഭവിക്കുന്ന, അന്ന് നടക്കുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചും രക്ഷയുടെ സന്ദേശമാകുന്ന
നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചപ്പോൾ യേശു പറഞ്ഞു, എന്നെ കൈക്കൊള്ളാതെ. അപ്പോൾ വീട്ടിൽ കൈക്കൊണ്ട മാർത്തയും മറിയും, മാർത്ത അവനെ വീട്ടിൽ കൈക്കൊണ്ടു, മറിയ അവനെ ഹൃദയത്തിൽ കൈക്കൊണ്ടു. പിന്നീട് മാർത്തയ്ക്കും അവനെ ഉള്ളിൽ കൈക്കൊള്ളുവാൻ സാഹചര്യം ഒരുക്കപ്പെട്ടു. അങ്ങനെ കുടുംബം രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒടുക്കുന്ന ആളുകളെ കുറിച്ച് ഉണ്ടായിരുന്നു. ഇവിടെ കഥ പറയുകയാണ്, എന്നെ കൈക്കൊള്ളാതെ, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ ലക്ഷ്യമാകത്തെ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളെ അവനെ ന്യായം വിധിക്കും. പറഞ്ഞു, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വചനം അത് രക്ഷയുടെ സന്ദേശമാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായിട്ടുള്ള വാള് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം, പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുന്ന ഇരുവായിട്ടുള്ള വാളായി ഇടപെടുന്നത്, അത് നമ്മളെ മുറിക്കുവാനും മുറികെട്ടുവാനും വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ വചനം അത് നമ്മളെ മുറിച്ച് മുറിവ് കെട്ടി സുഖപ്പെടുത്തുവാൻ വേണ്ടിയാണെങ്കിൽ, ഇതേ വചനം തന്നെ, ക്രിസ്തു തന്നെ രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത് ന്യായവിധിക്ക് വേണ്ടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ന്യായവിധി ജയത്തോളം നടത്തി ഒടുക്കത്തെ നാളിൽ ന്യായവിധി പൂർത്തീകരിച്ചാണ് കർത്താവ് തൻ്റെ രാജ്യത്തെ പിതാവാൻ ദൈവത്തെ ഫലമേൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ വചനം ഇരുവായത്തുള്ള വാളായി ആവരിക്കുന്നത് മുറിക്കുവാനും മുറിവ് കെട്ടുവാനും വേണ്ടിയാണ്. ഇതേക്കുറിച്ച് വെളിപ്പാട് ആധാരമാക്കി നമ്മൾ ചിന്തിച്ച് ഇരുവായത്തുള്ള വാൾ എന്താണെന്നുള്ളത്. എന്നാൽ അതേ വചനം വാളായി പ്രത്യക്ഷപ്പെടും, ന്യായവിധിക്കായി പ്രത്യക്ഷപ്പെടും. ന്യായവിധിയുടെ ബന്ധത്തിൽ വാളായിരിക്കുന്നത് കഥ രണ്ടാമത്തെ വരവെങ്കില അന്ന് രക്ഷിക്കപ്പെടാനുള്ളതല്ല, ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയാ, ശിക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ന്യായാധിപതിയായിട്ട് യേശു പ്രത്യക്ഷപ്പെടും. അവിടെ കഥ പറഞ്ഞത്, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ തന്നെ തള്ളിക്കളഞ്ഞതിനെ ന്യായം വിധിക്കുന്നതുകൊണ്ട് അവൻ ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പൊ കഥ പറഞ്ഞു, ഈ കഥ രണ്ടാമത് വരുന്നത് ന്യായം വിധിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഒന്ന് ജീവനോടിരിക്കുന്നവരെ ന്യായം വിധിച്ച് നിത്യനരകാത്തിലേക്ക് തള്ളിക്കളയും. ആ ന്യായവിധി ജയത്തോളം നടത്തുന്നത് ഒടുക്കത്തെ നാളിൽ അവൻ ന്യായവിധി പൂർത്തീകരിച്ച് സകല പാപികളെയും, കഠിന പാപികളെയും, പാപം ചെയ്ത ദൂതന്മാരെയും നിത്യനരകാത്തിലേക്ക് തള്ളിക്കളയും. നമുക്കറിയാം അതിനെക്കുറിച്ച് അന്ത്യന്യായവിധിയുടെ ബന്ധത്തിൽ സവിസ്തരം നിരവധി ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ കഥ പറയുകയാണ്, എന്നെ കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. കല്ലറയുള്ള എല്ലാവരും ദൈവത്തിന്റെ വചനം കേട്ട് ജീവനായിട്ടുള്ളവർ, നിത്യജീവനായിട്ടുള്ളവരും, അതുപോലെ നന്മയ്ക്കായിട്ടുള്ളവരും തിന്മയ്ക്കായിട്ടുള്ളവരും പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കുന്ന വെള്ളസിംഹാസനം പാകെ നിർത്തപ്പെടും. അന്ന് അവരെ ന്യായം വിധിച്ച് ദൈവം അവരെ നിത്യ തള്ളിക്കളതിനെ കുറിച്ച് നമുക്ക് വെളിപ്പാട് ഒടുക്കത്താണല്ലേ ന്യായവിധിയെക്കുറിച്ച് കാണുന്നുണ്ട്. എന്നാൽ യേശു കഥ രണ്ടാമത് വരുന്നത് തന്നെ ലോകത്തെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. അന്ന് ജീവനോടിരിക്കുന്ന സകല പതിരുകളെയും, കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും കഥാവ് നിത്യ നരകാത്തിലേക്ക് തള്ളിക്കളയും. അന്ന് പാപം ചെയ്ത് ദൈവത്തെ അംഗീകരിക്കാത്തവരെ, ദുഷ്ടന്മാരെ കഥാവ് തള്ളിക്കളഞ്ഞ് ലോകത്തെ ശുദ്ധീകരിച്ചിട്ടാണ് കാറ്റും അവൻ വീശുമുറം കൊണ്ട് വീശി പതിരൊന്നിലും വേർതിരിച്ച് അന്നത്തെ പതിരാകുന്ന സകലത്തെ നിത്യനരകാലത്ത് തള്ളിക്കളഞ്ഞ ശേഷമാണ് ഇവിടെ 1000 ആണ്ട് വാഴുന്നത്. അന്ന് 1000 ആണ്ടത്തേക്ക് സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കും. അവൻ ശേഷമായി അഴിച്ചുവിടപ്പെടും. ഒടുക്കത്തെ നാളിൽ സാത്താൻ നരകാത്തിലേക്ക് തള്ളപ്പെടും. മൃഗവും കള്ളപ്രവാചനം കിടക്കുന്നതിലേക്ക് അവൻ തള്ളപ്പെടും. അത് അതിനുശേഷമായി നടക്കുന്ന വെള്ളസ്വാസം നടക്കുന്ന പുനരുത്ഥാനത്തിൽ, ഒടുക്കുന്ന നാളിൽ പുനരുത്ഥാനത്തിൽ ബാക്കി ജീവനോട് മരിച്ചുപോയ സകല മനുഷ്യരെയും, പാപികളായിരിക്കുന്ന കഠിനപാപികളുള്ളവരെ നിത്യനരകായി തള്ളിക്കളയുമ്പോൾ അന്ന് നിത്യ യോഗ്യതയുള്ള സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് അന്ത്യന്യായവിധിയുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് ഇവിടെ ഞാനത് പറഞ്ഞു പോയത്. അന്ന് കർത്താവ് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ഭാഗം അന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത്രമാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള പഠനത്തിൽ, വെളിപ്പാട് പുസ്തക പഠനം, മറ്റുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കും, മനസ്സിലുള്ള ലേഖനങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒടുക്കുന്ന നാൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതിനെ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഭാഗം നാം ഒന്നുകൂടി ചേർക്കുമ്പോൾ ഒടുക്കുന്ന നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. 1-ാം അധ്യായം കർത്താവ് രേഖപ്പെടുത്തിയ അവസാനം പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വചനമല്ല.
ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, എന്നെ അയച്ച പിതാവ് തന്നെ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്ന പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിച്ചിരിക്കുന്നു. പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്, ഒന്നാമത് കർത്താവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ന്യായവിധിപ്പാനായിരുന്നില്ല, നിത്യജീവൻ പ്രാപിക്കാനുള്ള സന്ദേശമാണ് എന്നവരോട് പറഞ്ഞത്. ആ നിത്യജീവന് കാരണമായി തീരുവാൻ, ആ നിത്യജീവന്റെ യോഗ്യതയ്ക്ക് ധാരാളമായിരിക്കുന്ന അവകാശം പ്രാപിച്ചെടുക്കുവാൻ ദൈവമായ കർത്താവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവന്റെ രക്തത്തിൽ നാം വിശ്വസിക്കുന്തോറും ആ നിത്യജീവിക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി ലഭിച്ച് ആദ്യഫലമായി തീരുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അവന്റെ കൽപ്പനയാകുന്ന നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാ. നിത്യജീവനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു, എന്നെ വിശ്വസിക്കുന്ന ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായ ലോകത്ത് വന്നിരിക്കുന്നു. കർത്താവ് തെളിച്ചു പറഞ്ഞു, ഇരുളിൽ ആണ് ജീവിക്കുന്നെങ്കിൽ, ഇരുളാകുന്ന സാത്താനിന്റെ മോചനം പ്രാപിക്കുന്നില്ലെങ്കിൽ, വെളിച്ചമാകുന്ന ക്രിസ്തുവാകുന്ന വചനത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്നേക്കും ഇരുളിൽ വസിക്കേണ്ടതായിട്ട് വരും. എന്നാൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഇരുളിൽ പെട്ടുപോകേണ്ട ഞാനും നിങ്ങളും അന്ധകാരത്തായിരുന്നു നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹമാണ് സുവിശേഷം. അതേക്കുറിച്ചാണ് യേശു വിളിച്ചു പറഞ്ഞത്, നാമോ അന്ധകാരത്തുനിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ രക്ഷിച്ചവന്റെ ഗുണങ്ങളെ, സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർക്കുമാക്കി നമ്മളെ തീർത്ത ദൈവസ്നേഹത്തിന്റെ ആഴമാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുവാടിയെത്തുന്നത്. ഇരുളായിരുന്നു, ഇരുളിൽ ജനിച്ച ഇരുളിൽ മരിച്ച ഇരുളിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകാതിരിക്കുവാൻ യേശു വെളിച്ചമായി നിത്യജീവനായി ലോകത്തിൽ വന്നു. അവൻ വിശ്വസിച്ച മുഖാന്തരമായി നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് കൃപ തന്നു. അതേക്കുറിച്ചാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിത്യജീവനെ കർത്താവ് വെളിപ്പെടുത്തി. കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന സന്ദേശമായി നിത്യജീവനുള്ള ബന്ധത്തിൽ കർത്താവ് വെളിപ്പെടുത്തോണ്ടിടയെത്തുന്നു. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ് സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ മുഖാന്തരമായി കാണാൻ സാധിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പിതാവ് എന്ത് സംസാരിക്കണമെന്നും എത്രമാത്രം സംസാരിക്കുക, ഏതറ്റം വരെ സംസാരിക്കണം എന്നുള്ളത് മാത്രമേ സംസാരിച്ചുള്ളൂ. കർത്താവിന് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവന് മുഴുവൻ അറിയാം. സഭയെക്കുറിച്ചും വെളിപ്പാടത്തെക്കുറിച്ചും വരാനുള്ള സകലത്തെക്കുറിച്ചും യേശുവിന് സംസാരിക്കാൻ അറിയാം. എന്നാൽ പിതാവാൻ ദൈവം എന്ത് ആ സമയത്ത് അന്നേരം പറയണമോ അതേക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെക്കുറിച്ച് മാത്രം പിതാവാൻ ദൈവം പറഞ്ഞത്. അപ്പം പിതാവാൻ ദൈവം പറഞ്ഞതനുസരിച്ച് സംസാരിച്ചു. അത് കൂടുതലൊന്നും യേശു സംസാരിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, തൻ്റെ പുത്രനായിരിക്കുന്ന പിതാവാൻ ദൈവത്തിന് പുത്രനായിരിക്കുന്ന അനുസരണത്തെ പുത്രനായിരുന്ന ക്രിസ്തു മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്ന സ്നേഹം എത്ര വലുതാണ്. കാൺമീൻ, നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. പിതാവാൻ ദൈവത്തെ വെളിപ്പെടുത്തിയ ആ ക്രിസ്തു മുഖാന്തരമായി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിന്റെ രാത്രിയിൽ നന്ദി പറയാം. 11-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്ന മുമ്പായി ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. രാത്രിയിൽ 12-ാം അധ്യായത്തിന്റെ പൂർത്തീകരിക്കുമ്പോൾ ഇത് നടന്നിരിക്കുന്നത് അന്ന് മരിച്ചുപോയ ലാസർ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ പന്തിയിലിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തു പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് വെളിപ്പെടുത്തിയ ക്രിസ്തു മുഖാന്തരമായി നിത്യജീവനുള്ള ബന്ധത്തിലുള്ള കാര്യത്തെ വെളിപ്പെടുത്തി പിതാവ് തന്നെ അയച്ചിരിക്കുന്നത് ലോകത്തെ വിധിപ്പാനല്ല, അവൻ മുഖാന്തരമായി ലോകം രക്ഷിക്കപ്പെടുവാനാണെന്നുള്ള സന്ദേശം ഒരിക്കൽ കൂടി യേശു ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഇരുളിൽ വസിക്കാതിരിപ്പാൻ വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ എല്ലാവരും വിശ്വസിക്കുന്ന സന്ദേശമാണ് കർത്താവ് കൈമാറിയത്. രാത്രി നമുക്ക് കണ്ണടയ്ക്കാൻ ദിവസത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇത്ര വലിയ കൃപ, അതേ ആ വലിയ ഭാഗ്യം നമുക്ക് തന്നല്ലോ. യെശയ്യാവിന്റെ 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് അതേ ആ സുവിശേഷം കൃപയാൽ 2000 വർഷങ്ങൾക്ക് ശേഷം അതേ വചനം നമുക്ക് കേൾക്കുവാൻ കൃപ തന്നപ്പോൾ രാത്രി പറയാം, അതേ കർത്താവേ, അങ്ങയുടെ ദാസന്മാർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളിച്ചു പറഞ്ഞ സന്ദേശം അത് അങ്ങയുടെ സന്ദേശമാണ്. പിതാവാം ദൈവത്തിന്റെ സന്ദേശത്തെ സ്വർഗീയ പിതാവാം ദൈവത്തിന്റെ സന്ദേശത്തെ ഭൂമിയിൽ പുത്രൻ വെളിപ്പെടുത്തിയെങ്കിൽ പുത്രൻ തരുന്ന വചനം അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി അഭിഷക്തരായിരിക്കും ദൈവഭക്തന്മാരോട്, ദൈവദാസന്മാരോട് ഞങ്ങളിലേക്ക് കൈമാറപ്പെട്ട വചനം ഞങ്ങൾക്ക് കേൾക്കുവാനും വിശ്വസിക്കുവാനും ദൈവമക്കളായി തീരുവാനും പ്രത്യാശയോടായി തീരുവാനും
വചനത്തെ പ്രഘോഷിക്കുന്നതിനായി തീരുവാനും, അതെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേകരോട് സംസാരിപ്പാനും അനേകർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുവാനും, യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ രാത്രി മുഴുവനും പ്രാർത്ഥനയാ നിരതനായിരുന്നതുപോലെ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാനുള്ള അഭിഷേകം നമുക്ക് തന്ന് മറ്റുള്ളവർക്ക് ഇടിവ് നൽകുവാനുള്ളതായ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അതേ പ്രതിരൂപമായി നാം മാറ്റപ്പെടുന്നുകൊണ്ട് പിതാവാൻ ദൈവം പറഞ്ഞത് മാത്രം സംസാരിക്കുകയും പിതാവാൻ ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് ഒത്തവണ്ണം മുന്നേറുവാൻ, ദൈവശബ്ദത്തിന് ഒത്തവണ്ണം കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ഓരോ ദിവസവും നമ്മളിലൂടെ നിവർത്തിയിരിക്കപ്പെടും. കർത്താവെ, ഇന്ന് നീ എന്നെക്കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത്, നീ എന്ത് പറയണമോ എന്ത് ചെയ്യണമോ അത് അങ്ങ് തീരുമാനിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ. അങ്ങയുടെ പുത്രനെ ഭൂമിയിൽ ഉപയോഗിച്ചതുപോലെ എന്നെയും ഈ ദിവസങ്ങളിൽ എൻ്റെ തലമുറകളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് ഈ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം എന്ന പുസ്തകത്തിന്റെ പ്രവർത്തിക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ യുവജനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.